ഇവരുടെ പേര് തന്നെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. നമ്മുടെ ഇവരെ പ്രിയപ്പെട്ട അമീൻ ആൻഡ് ഡയാന. കാറ്റത്തെ കിളിക്കൂടിന്റെ സീരിയലിന്റെ ഇത് നോക്കുമ്പോ തന്നെ അമീൻ യു ലുക്ക് സോ ഹാൻസം, ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ലവ് 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 ലവ്. ഇതല്ല, അമീൻ ചെയ്യുന്ന ക്യാരക്ടറിന്റെ പേര് സുധീഷ് എന്നാണ്. സുധീഷിന് മൊത്തം തെറിവിളിയാണ് ചിലപ്പോ ശരിക്കും സ്റ്റാർ മാജിക്കിലെ ആൾക്കാർ ഞങ്ങള് കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര അത്ഭുതമായിരുന്നു. പിന്നെ ഓബി ചേട്ടനൊക്കെ പറയും അങ്ങോട്ടും ഇങ്ങോട്ടും പേര് ചോദിക്കുന്ന കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അമീൻ ചേട്ടൻ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ആളുടെ ഒരു ക്യാരക്ടർ അങ്ങനെ എടുത്തു പറയാൻ പറ്റിയ. അങ്ങനെ ഒന്നുമില്ല, ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. റൊമാൻസ് അമീൻ ചേട്ടനാണോ? ആണോ? എക്സ്പ്രസീവ് എന്ന് പറഞ്ഞത് റൊമാൻസ് മാത്രമല്ല, ദേഷ്യമാണെങ്കിലും എല്ലാം എക്സ്പ്രസീവ് ആണ്. ചൂടപ്പം പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന എന്തിനായിരിക്കും? എടുത്ത സാധനം എടുത്തെടുത്ത് വെക്കാത്തതിന്. അത് ഞാൻ വെക്കും, കുറച്ചൊന്ന് കാലതാമസം വന്നു കഴിഞ്ഞാല് എന്റെ അടുത്ത് ഒരു ദിവസം പോട്ടെ, 2 ദിവസം, ഒരാഴ്ച എടുത്ത സാധനം എടുത്തെടുത്ത് വെച്ചില്ലെങ്കിലോ? ഈ അടുക്കളയിൽ കേറ്റാൻ ബുദ്ധിമുട്ട് വേറൊന്നും കൊണ്ടല്ല, പിന്നെ എനിക്ക് ഇരട്ടിപ്പണിയാകും. അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കാൻ നിൽക്കണം, ഞാൻ സമയം എടുത്ത് പഠിപ്പിച്ച് റെഡിയാക്കി എടുക്കേണ്ടി വരും. അപ്പൊ അതിനൊരു സാവകാശം ഇതുവരെ കിട്ടിയിട്ടില്ല. എല്ലാം പഠിപ്പിച്ച് തരുന്നുണ്ട്. അതും കൂടെ ഏറ്റെടുക്കാറുള്ളൂ, ബാക്കി എല്ലാ സെക്ഷനും ഞാൻ കംപ്ലീറ്റ് ചെയ്തു. കിച്ചണും കൂടെ തന്ന സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ കൊച്ചിന്, അതിന് വേണ്ടിട്ടാണ്. ഞാൻ സപ്പോർട്ട് ചെയ്യുന്നല്ല കേട്ടോ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജീവിക്കുന്നുള്ളൂ. ഇതൊക്കെ വെറുതെ നാക്കിന് നീളമാണെന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറയാം. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. നമസ്കാരം, വെൽക്കം ടു ദ കെന്ന ഷോ. ഇന്ന് എന്റെ ഷോയിലുള്ളത് നല്ല അടിപൊളി ഒരു കപ്പിൾ ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. സോ 2026 സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് വരുന്ന കെന്ന ഷോയിൽ വരുന്ന ഓരോ ഗസ്റ്റുകൾ ഇങ്ങനെ അടിപൊളി ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇന്നുള്ളത് ഇവരുടെ പേര് തന്നെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. നമ്മുടെ ഇവരെ പ്രിയപ്പെട്ട വെൽ നോൺ കപ്പിൾ ആയിട്ടുള്ള അമീൻ ആൻഡ് ഡയാന. നമസ്കാരം. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഇപ്പം ചേച്ചിനേക്കാളും കുറച്ചും കൂടെ സ്റ്റാർ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് അമീൻ ചേട്ടനാണ്. ഭയങ്കര ഫാൻസ് ആണ്. ഫസ്റ്റ് കപ്പിൾ ഇന്റർവ്യൂ ആണോ? അതെ കൈൻഡ് ഓഫ്. നമ്മൾ അധികം അങ്ങനെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ആതിര എന്ന് പറയുന്ന ഫ്രണ്ട് ഉണ്ട്, അപ്പൊ ചാനലിന് വേണ്ടിട്ട്, പിന്നെ അമൃതയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. ഓക്കെ, അല്ല ഞാൻ പറയാൻ കാരണം കാറ്റത്തെ കിളിക്കൂടിന്റെ ആ സീരിയലിന്റെ ഇത് നോക്കുമ്പോ തന്നെ ഐ മീൻ യു ലുക്ക് സോ ഹാൻസം, ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ലവ് 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 മൊത്തം വായിച്ചു. വായിച്ചിട്ടില്ല, കൊറേ ഉണ്ടല്ലോ, 233 300 സംതിങ്ങില്. ഞാൻ ഈ 2 ദിവസമായിട്ട് ഇങ്ങനെ കമന്റ്സുകളൊക്കെ അരിച്ചു. അമീൻ ചെയ്യുന്ന ക്യാരക്ടറിന്റെ പേര് സുധീഷ് എന്നാണ്. സുധീഷിന് മൊത്തം തെറിവിളിയാണ് ശരിക്കും പറഞ്ഞാല്. ക്യാരക്ടർ അങ്ങനെയാണ്. അതൊരു കുറച്ചൊരു നെഗറ്റീവ് നായകനായതുകൊണ്ട് അത് അത്രയ്ക്ക് ആൾക്കാർക്ക് ദഹിക്കുന്നില്ല. അതിന്റെ ഒരു പക്ഷെ ക്യാരക്ടർ നന്നായിട്ട് എല്ലാവരുടെ നെഞ്ചിൽ കൊള്ളുന്നുണ്ട്, അതുകൊണ്ടാണ് റിയാക്ഷൻ വരുന്നത്. നേരത്തെ ഒരു സീരിയല് ചെയ്തിട്ടുണ്ട്, അപ്പൊ വീണ്ടും ഏഷ്യാനെറ്റിലേക്ക് സീരിയല്. വീണ്ടും ഞാൻ ആദ്യമായിട്ടാണ് ഏഷ്യാനെറ്റിൽ ചെയ്യുന്നത്. അല്ല, വീണ്ടും സീരിയലിലേക്ക്. ഏഷ്യാനെറ്റിൽ ഫസ്റ്റ് ടൈമാണ്. സൂര്യയിലായിരുന്നു. ഏഷ്യാനെറ്റില് ഇപ്പൊ ചേച്ചി ഓൾറെഡി മൂവീസിലൊക്കെ ആക്ട് ചെയ്യുന്നു, ആള് മിനി സ്ക്രീൻ കൈയടിക്കുക. എങ്ങനെയാ നിങ്ങളുടെ ഫാമിലി ലൈഫ്? എങ്ങനെയാണ്? കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടോ അഭിനയത്തിന്റെ കാര്യത്തില്? ഇല്ല, നമ്മുടെ പ്രൊഫഷൻ വേറെ, നമ്മുടെ ഫാമിലി ലൈഫ് വേറെ. അതെ, സമയം കിട്ടണല്ലോ, അതാണ് ഇപ്പൊ പ്രശ്നം. അതാണ് ഇപ്പത്തെ പ്രധാന പ്രശ്നം. ഞാൻ ഫ്രീ ആകുമ്പോ ബിസി ആകുമ്പോൾ ഞാൻ ഫ്രീ ആവും. അങ്ങനെയാണ് ഒരു അല്ലെ, ഒരു ഇങ്ങനത്തെ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് അമീന് ഈ സീരിയലിന്റെ സ്കെഡ്യൂൾ തുടങ്ങി കഴിഞ്ഞാല് ഒരു 10-15 ദിവസം നല്ല ബിസി ആയിരിക്കും. രാവിലെ 6 മണിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ 10 മണിക്ക് എത്തത്തുള്ളൂ. അപ്പൊ ആ സമയത്ത് ഞാൻ വീട്ടിലുണ്ടെങ്കിലും ആളെ 10 മണിക്ക് ശേഷം കിട്ടത്തുള്ളൂ. പിന്നെ നല്ല ടയർഡ് ആയിരിക്കും പാവം, അപ്പൊ കിടന്ന് ഉറങ്ങും. പിന്നെ ബാക്കി ഇപ്പം 1 to 15 ഞാൻ ചിലപ്പോ ഈ പറഞ്ഞ പോലെ എവിടെയെങ്കിലും വർക്കിനായിട്ട് യാത്രയിലായിരിക്കും, ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ എറണാകുളത്തായിരിക്കും.
അങ്ങനെ അപ്പൊ നമുക്ക് ഈ നമ്മുടെ ടൈം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട് ചേച്ചി അമൃതയിൽ ചെയ്യുമ്പോഴത്തേനും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരാളുണ്ട്, പക്ഷെ പേരൊന്നും വെളിപ്പെടുത്തുന്നില്ല, പക്ഷെ മീഡിയ റിലേറ്റഡ് ആണ് എന്നൊക്കെ കുറച്ച് സീക്രട്ട് ആയിട്ട് വെച്ചുകൊണ്ട് നടന്ന ഒരാളാണ് അബിൻ. ലാസ്റ്റ് ഈ പബ്ലിക്കിന് റിവീൽ ചെയ്തപ്പോ ഇതായിരുന്നല്ലേ ആള്. എന്നാൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്, അതങ്ങനെയല്ല. അത് ആക്ച്വലി അങ്ങനെയല്ല. അത് ആക്ച്വലി അങ്ങനെയല്ല. ആക്ച്വലി എന്റെ ഒരു കല്യാണം മുമ്പ് വേറൊരു ആളുമായിട്ട് ഉറപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളത് കോൾ ഓഫ് ചെയ്തു. നമ്മളിതിന് നമ്മുടെ ഫാമിലിയും പിന്മാറി. സോ അതിനുശേഷം ഞാൻ ഒരു അടുത്തൊരു സ്റ്റെപ്പ് എടുക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ കുറച്ചു നാളത്തേക്ക് വേണ്ടായിരുന്നു, ചിന്തിക്കണ്ട എന്നിരിക്കുന്ന സമയത്താണ് ശരിക്കും ഈ ഒരു പ്രൊപ്പോസൽ എനിക്ക് വരുന്നത്. ഫ്രണ്ട് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും തോന്നുന്നു. ഞങ്ങളുടെ കല്യാണത്തിന്റെ സമയത്ത് ഞാൻ കല്യാണം ഡയനയുടെ കല്യാണം, അപ്പൊ നീയാണല്ലേ അത്, അപ്പൊ നിങ്ങൾ തമ്മിൽ ലവ് മാരേജ് എനിക്കറിയില്ല, 2 വർഷം മുമ്പ് അവളത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാനത് ടെലിവിഷനിലൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഒരു ഹിന്റ് പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നെക്സ്റ്റ് ഇയർ കല്യാണം കാണുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പല പ്രേക്ഷകരും പലരും ഇത് ഓർത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വന്നേക്കാണ് ഫോളോ ചെയ്യുന്നതാണ്. പിന്നെ ഇങ്ങനെ സീക്രട്ട് ആന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ നമുക്കിങ്ങനെ മനസ്സിന് ഭയങ്കര സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ഒരു ഒഴിവും മറവും ഇല്ലാതെ നമ്മൾ അങ്ങനെ ഷെയർ ചെയ്യുമല്ലോ. അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഷെയർ ചെയ്തതാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് സംഭവിച്ചില്ല. നല്ല കാര്യം, ഒരു നല്ല ഒരു വ്യക്തിനെ കിട്ടാൻ വേണ്ടിയായിരുന്നു. അറേഞ്ച് മാരേജാ? ഇത് ആക്ച്വലി അറേഞ്ച്ഡ് മാരേജ് തന്നെയാണ്. പക്ഷേ നമുക്ക് എനിക്ക് അമീന ആക്ച്വലി ഞങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുള്ള ആൾക്കാരല്ല. നമ്മൾ സെയിം പ്രൊഫഷൻ ആണെങ്കിൽ കൂടി നമ്മൾ അങ്ങനെ ഒരിക്കലും കണ്ടിട്ടില്ല, ക്രോസ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ അമീനെ കുറിച്ച് ആദ്യം കേൾക്കുന്നതും അറിയുന്നതും എല്ലാം ആതിര വഴിയാണ്. സോ ആതിര എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ആതിര ഒരു ബ്രേക്കിന് ശേഷം ജോയിൻ ചെയ്ത പ്രോജക്റ്റ് ആണ് നിന്നിഷ്ടം ഇന്നിഷ്ടം. ആ സീരിയലിലെ നായകനായിരുന്നു അമീൻ. അപ്പൊ ഈ സീരിയലിന്റെ വിശേഷങ്ങൾ പറയുന്ന സമയത്ത് അവൾ ഇങ്ങനെ നായകൻ അമീൻ എന്ന് പറഞ്ഞ പയ്യനാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഇവളിങ്ങനെ ഞാനിങ്ങനെ ഇരിക്കുവാണല്ലോ, അപ്പൊ അവള് എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഇവളിങ്ങനെ പറയും, നമ്മുടെ സീരിയലിലൊരു നായകനുണ്ട് അമീൻ എന്ന് പറഞ്ഞല്ലോ, നല്ല പയ്യനാണ്, നമുക്ക് നോക്കിയാലോ എന്നൊക്കെ. ഞാൻ ഓടിക്കും, നല്ല സമയമാണ് ഇതിനെ കുറിച്ചൊക്കെ ചിന്തിക്കാന്നുള്ള രീതിയിൽ. ഇപ്പം അങ്ങനെ അത് കളഞ്ഞു. ഇപ്പൊ അറ്റ് ദ സെയിം ടൈം അമീനെ കാണുമ്പോഴും പതുക്കെ അമീൻ ഇങ്ങനെ, എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് എനിക്കറിയില്ലേ ഡയാനെ, മറ്റേ ഫൺസ് അപ്പോൺ ടൈമിലൊക്കെ ഉള്ള. അവളുടെ വീട്ടിൽ അവൾക്ക് കല്യാണം നോക്കുന്നുണ്ട്, എന്തായാലും നിനക്ക് കല്യാണം നോക്കുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ ഒന്ന് പരിചയപ്പെടും എന്ന് പറഞ്ഞ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഈ പറഞ്ഞ് ഞാൻ സ്റ്റാർ മാജിക്കിൽ ജോയിൻ ചെയ്തു. സ്റ്റാർ മാജിക്കിൽ ജോയിൻ ചെയ്തതിനു ശേഷം ഡയാനെ ഞങ്ങള് അപ്പോഴാണ് ആദ്യം നേരിട്ട് കാണുന്നത്. ആളെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷെ നേരിട്ട് കാണുന്നത് സ്റ്റാർ മാജിക്കിൽ വെച്ചിട്ടാണ്. സ്റ്റാർ മാജിക്കിൽ കണ്ടു. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര ചമ്മലാണ്. കാരണം ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നത് കൊണ്ടേ നമുക്ക് ഫ്രീ ആയിട്ട് പോയി കണ്ട് സംസാരിക്കാനൊക്കെ ഭയങ്കര ചമ്മലൊക്കെയാണ്. അപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞാലും എന്തെങ്കിലും ഫോർമലായിട്ടൊക്കെ സംസാരിക്കും, വർക്കിന്റെ കാര്യങ്ങൾ അത് ഇത് അങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിച്ച് ശരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ മാറിയിരിക്കുന്ന ആൾക്കാർ. അപ്പൊ ശരിക്കും സ്റ്റാർ മാജിക്കിലെ ആൾക്കാർക്ക് ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര അത്ഭുതമായിരുന്നു. പിന്നെ ഓബിച്ചേട്ടനൊക്കെ പറയും, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പേര് ചോദിക്കുന്നവരും കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ അങ്ങനെ കുറെ നാള് പോയി. പിന്നീട് ഐശ്വര്യയുടെ കല്യാണ സമയത്ത് അല്ലെ, ഐശ്വര്യയുടെ കല്യാണ സമയത്ത് ഒന്ന് അമ്മയുടെ വീട്ടില് ഇവളും കൂടെ ഒരുമിച്ചിട്ടാണ് നമ്മള് കല്യാണത്തിന് പോകുന്നത്. അന്നാണ് ഓപ്പൺ ആയിട്ട് ഞങ്ങളൊന്ന് സംസാരിക്കുന്നത്. ഹായ് ബായ് അല്ലാണ്ട് കുറച്ച് വീട്ടിലെ വിശേഷങ്ങളും. അമ്മയുടെ വീട്ടില് നല്ല രീതിയിൽ പ്രഷർ ഉണ്ടായിരുന്നു കല്യാണത്തിൻ്റെത്. പിന്നെ ഞാനും എന്റെ വീട്ടിലും അതുപോലെയൊക്കെ തന്നെയായിരുന്നു. അടുത്തത് എന്താ, അടുത്ത സ്റ്റെപ്പ് എന്താന്നുള്ള ഒരു ചോദ്യം കാര്യങ്ങളും ഒക്കെ. പിന്നെ ഐശ്വര്യയുടെ കല്യാണത്തിനോടനുബന്ധിച്ച് ഇപ്പോൾ അനുമോളാണ് അത് പറയണം. കാരണം അനുമോൾ എന്നെ ആ സമയത്ത് ഇങ്ങനെ ഒരു ദിവസം, ഇവളുടെ ഐശ്വര്യയുടെ കല്യാണം സ്റ്റാർ മാജിക് ഷെഡ്യൂളിന്റെ തലേന്നായിരുന്നു, അതിന് തലേന്നായിരുന്നു കല്യാണത്തിന് ഷെഡ്യൂൾ. അപ്പൊ നമ്മളെല്ലാം ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പൊ ഇവളിങ്ങനെ പുതിയ ഐശ്വര്യയുടെ കല്യാണമായി, എന്താണ് നിന്റെ ഉദ്ദേശം, അനുമോളുടെ വക ഒരു ഉപദേശം, ആതിരയുടെ വക വേറൊരു ബ്രെയിൻ വാഷിങ്ങും കാര്യങ്ങളും നടക്കുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് സംസാരിച്ചു നോക്കാം, എന്താണ് ആളെന്നുള്ളത്. അങ്ങനെയാണ് സംസാരിക്കുന്നത്, ഒന്ന് സംസാരിച്ചു നോക്കാം, എങ്ങനെയാണ് വൈബ്, കാര്യങ്ങള്, ഔട്ട്ലുക്ക് എങ്ങനെയാണ്, എന്തെങ്കിലും മാച്ച് ആകുമോ അല്ലെങ്കിൽ കോൺട്രഡിക്റ്റിംഗ് ആണോ എന്നൊക്കെ ഉള്ളതെന്ന് ചോദിച്ചു നോക്കാന്ന് വിചാരിച്ചു ഞങ്ങൾ സംസാരിച്ചു.
ഞങ്ങളങ്ങനെ ഒത്തിരി സംസാരിച്ചു. ഒത്തിരി ഇൻ ദ സെൻസ് കുറെ സെഷൻ ഉണ്ടായിരുന്നു. ആ 2 മണിക്കൂറോളം ട്രാവൽ ഉണ്ടായി, അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ സംസാരിച്ചു. പിന്നെ ഒരു ദിവസം ഞങ്ങളൊരു മൂവിക്ക് ഒരുമിച്ച് പോയി. അത് പിന്നെ അതിനുശേഷം ഞങ്ങൾ വീണ്ടും ഒരു ഫുഡ് കോർട്ടിൽ വെച്ച് വീണ്ടും കണ്ട് സംസാരിച്ചു. എന്നിട്ട് ഞങ്ങൾ തീരുമാനിച്ചു വേണ്ടെന്ന്. അതെ അതെ, ഞങ്ങൾക്ക് എവിടെയോ എന്തോ കാരണം ഇപ്പൊ ഒരാളെ കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മള് തനിയെ അടുത്ത് സംസാരിച്ച് ഷെയർ ചെയ്ത്, ഇതങ്ങനെയല്ലല്ലോ. ഇതൊരാളെ ഇത് ഫോഴ്സ്ഫുള്ളി നമ്മൾ രണ്ട് സൈഡിൽ നിന്നും നമ്മൾ ഫോഴ്സ്ഫുള്ളി വന്ന് ഇതേ ആൻസർ തന്നെ GP ചേട്ടനും ഗോപിക ചേച്ചി അവര് അത് ഇങ്ങനെ ശരി. ഒരുപാട് അതെ. എടുത്തു. പിന്നെ ഓക്കെ പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ഒരു റിജക്ഷൻ അടിക്കാൻ അല്ലെങ്കിൽ റിജക്ട് ചെയ്യാവുന്ന നമുക്ക് വി ലുക്ക് ഫോർ റീസൺസ് ഫോർ ദാറ്റ്. സോ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഇത് നടക്കത്തില്ലായിരിക്കും എന്നൊക്കെ ഞങ്ങൾ അത് വിട്ടു. പിന്നീട് ഞങ്ങൾ തീരുമാനിച്ചു ശരി ഒരു കാര്യം ചെയ്യാം, ഇതെന്തായാലും വീട്ടിൽ പ്രസന്റ് ചെയ്ത് നോക്കാം. അമീൻ പറഞ്ഞു ഇതുപോലെ ഒരു കുട്ടിയുടെ ആലോചന വന്നിട്ടുണ്ട്, സെയിം പ്രൊഫഷൻ ആണ്. ഞാനും പറഞ്ഞു ഇനി ഇവർക്ക് എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് കേട്ടിട്ട് നമുക്ക് ആലോചിക്കാം, ഫർദർ പോവാം. അപ്പൊ ലക്കിലി വീട്ടിൽ അവതരിപ്പിച്ചപ്പോഴത്തേക്കും 2 വീട്ടുകാർക്കും താല്പര്യക്കുറവൊന്നുമില്ല, ഇഷ്ടക്കേടൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ ഒരു 50% ഇഷ്ടക്കേടൊന്നുമില്ല. ഞങ്ങളൊന്നും ഇരുന്നു. പിന്നെ ഞങ്ങൾ വീണ്ടും ഇരുന്നു. ഇനി എന്ത് ചെയ്യും മല്ലയ്യ, ഞങ്ങള് ചെറുപ്പകാലം മുതലുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്ത് അങ്ങനെ സംഭവിച്ചു, അതാണ് ഇഷ്ടാനിഷ്ടങ്ങൾ ഇങ്ങനെയാണ് അത് എന്നൊക്കെ പറഞ്ഞ് ഷെയർ ചെയ്ത് പ്രോപ്പർ ഒരു പെണ്ണ് കാണൽ അപ്പോഴാണ് നടന്നത്. അപ്പൊ ആ രീതിയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടങ്ങൾ പറഞ്ഞപ്പോ പിന്നെ ഓക്കെ എനിവേ പ്രത്യക്ഷത്തിൽ ഞങ്ങൾക്ക് ഇഷ്ടക്കേട് വരാനുള്ള വലിയ റീസൺസ് അതാണ് കാര്യം. പരസ്പരം ഇഷ്ടപ്പെടാതിരിക്കാനൊന്നുമില്ല. പിന്നെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പരിചയപ്പെടുത്തേണ്ട ഒരു ഇത് ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് നമുക്ക് ഇത് ശരിയാവൂല അങ്ങനെയാണല്ലോ. ഓ ഇത് ആള് തോന്നുന്നു ഇനി പറഞ്ഞു വിട്ടിട്ട് ഞാൻ ഇങ്ങനെ എനിക്ക് അനുഭവം ഉണ്ടെന്ന് തോന്നുന്നു. അല്ല നിങ്ങളെ പോലെ അടിപൊളി കപ്പിൾസിന് ഇന്റർവ്യൂ എടുത്തേ ഞാൻ ഒരു സൈക്കോളജിസ്റ്റായി മാറി കഴിഞ്ഞു. ഫൈനലി നമ്മള് പിന്നെ എന്നാ ശരി കൈ കൊടുക്കാം. നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ മാരേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെ, നമ്മള് ഒരു വൺ ഓഫ് ദ ഇനി എന്താ പറയുക ലൈഫ് ഓൾട്ടറിംഗ് ആണ്. അതെ ഓൾട്ടറിംഗ് ആണ്. ഇനിയുള്ള കാലം മൊത്തം ആളുടെ ഒപ്പമാണ് ജീവിക്കേണ്ടത്. അപ്പൊ അത് ഏതെങ്കിലും ഒരു പോയിന്റ് ഭയങ്കരമായിട്ട് അമീന്റെ സ്ട്രൈക്ക് ആയി കാണൂല ചേച്ചിക്ക്? അമീൻ ചേട്ടന്റെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ്. അതായത് കാരണം അമീൻ ചേട്ടൻ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ആളുടെ ഒരു ക്യാരക്ടർ അങ്ങനെ എടുത്തു പറയാൻ പറ്റിയ. അങ്ങനെ ഒന്നല്ല, ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. കുഴപ്പമില്ല. അമീൻ ഒരിക്കലും പിണക്കം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാളല്ല. ഓക്കെ, പെട്ടെന്ന് ദേഷ്യമൊക്കെ വരും, പെട്ടെന്ന് ചിലപ്പോ ചൂടായിന്ന് വരും. പക്ഷെ ആദ്യം വന്ന് സോറി പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യുന്നതും പിന്നെ ഞങ്ങളുടെ രണ്ടുപേരും കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുന്ന ആള് അമീനാണ്. എന്റെ ഉള്ളിൽ ഒരുപാട് സ്നേഹം ഉണ്ടെങ്കിൽ കൂടി പ്രകടിപ്പിക്കുന്ന അമീനാണ്. പിന്നെ ആരെയും പേർപ്പസ്ലി ഹേർട്ട് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്ന ഒരാളല്ല, ഇൻസൾട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. ഇറ്റ്സ് എ വെരി ഓണസ്റ്റ് പേഴ്സൺ. അതെ, സുധീഷല്ല. പിന്നെ എല്ലാം തുറന്നു പറയും, അങ്ങനെ നോട്ട് ഫേക്ക്. നമ്മൾ ആ ചില പ്രത്യേക കാര്യങ്ങൾ പേരിൽ ആഗ്രഹിക്കുമല്ലോ, അതൊക്കെ അത്യാവശ്യം ഉണ്ട്. ഇന്റർവ്യൂ ആയതുകൊണ്ട് ഞാനൊക്കെ പറയുന്നു. അല്ല ഡയാന ചേച്ചിയുടെ പൊതുവെ ഇൻഡസ്ട്രിയിലൊക്കെ ഭയങ്കര സെൻസിബിൾ ആയിട്ടുള്ള, ഇപ്പൊ ഇവിടെ തന്നെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ഭയങ്കര സെൻസിബിൾ ആയിട്ടുള്ള ഒരാളാണ് ഡയാന. കുറച്ച് സീരിയസ് ഒക്കെ ആയിട്ട് തോന്നുമെങ്കിലും അങ്ങനെ പൊതുവെ ആർക്കെങ്കിലും അറിയണം എന്നില്ല. പക്ഷെ ഷീ ഈസ് വെരി സെൻസിബിൾ പേഴ്സൺ എന്നുള്ള ഒരു ടാഗ് ലൈൻ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ എങ്ങനെയാണ് ഒരു വൈഫിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ് ഡയാന? ക്വാളിറ്റി ഒരു കാര്യത്തിന് കറക്റ്റ് എന്താണ് പ്ലാൻ, ഭയങ്കരമായിട്ട് പ്ലാൻഡ് ആണ് എല്ലാ കാര്യങ്ങളും. എങ്ങനെ ആയിരിക്കണം ഓരോന്നും, അടുത്തത് എന്താണ്. ഇപ്പൊ ഒരു പ്രോഗ്രാമിന് പോകണമെങ്കിൽ തന്നെ അത് ഏറ്റവും ചെറിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ലൈഫിന്റെ കാര്യങ്ങളും അതെല്ലാം പക്ക ഒരു പ്ലാനിങ്ങോട് കൂടി ജീവിക്കുന്ന ഒരാളാണ്. വേറൊരു കാര്യം എന്നെ ഭയങ്കര സ്ട്രൈക്ക് ചെയ്തത്, ഭയങ്കര ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ഞാനാണെങ്കിൽ ഇപ്പൊ ഒരാൾ നമ്മുടെ അടുത്ത് വന്നിട്ട് ഇപ്പൊ നമുക്ക് ഏറ്റവും ചെറുതായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് റോഡിൽ ആരെങ്കിലും നമ്മുടെ അടുത്ത് വന്ന് ഞാൻ അവരൊന്ന് നോക്കും. കാരണം ഇത് നമ്മളെ പറ്റിക്കാണോ നമുക്കറിയാം. കാരണം കുറെ അങ്ങനെ സംഭവങ്ങളുണ്ട്. അപ്പൊ ഇവള് ആര് വന്നു കഴിഞ്ഞാലും അതൊന്നും നോക്കൂല, അയ്യോ പാവം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കുറെ പറ്റിക്കപ്പെടാനുള്ള സാധ്യതകളും ഉണ്ട്. അതാണ് സത്യം. അത് വേറെ കാര്യം. പറ്റിക്കപ്പെടാനുള്ള സാധ്യതകളും ഉണ്ട്, അങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടും ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷെ ഒന്നും നോക്കാതെ ഒരാൾ വന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾക്ക് അവര് പോലും അറിയാതെ പല സഹായങ്ങളും
ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ കുറെ സംഭവങ്ങൾ കാണുമ്പോ അത് പറയാൻ പാടില്ല. അല്ല, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെ പറ്റി പറയുന്നില്ല. അത് എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണ്. അതെ, ആ പ്ലാനിങ് അടിപൊളിയാട്ടോ. ലൈഫിനെ പറ്റി പ്ലാനിങ് ഉള്ളപ്പോ നിങ്ങളുടെ ലൈഫ് ഇനി അല്ലേ, ഇനി അടുത്ത 25 വർഷം എങ്ങനെയായിരിക്കും എന്റെ സിനിമയിൽ പറയുന്ന പോലെ അത് ഇപ്പോഴേ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ? അടുത്ത 25 വർഷം ഞങ്ങളുടെ ലൈഫ് എങ്ങനെയായിരിക്കണം? അല്ല, താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ബാക്കി നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുക, ബാക്കി പിന്നെ ദൈവത്തിന്റെ പ്ലാനിങ് ആണ് മെയിൻ. പക്ഷെ എന്നാലും നമ്മുടേത് ചെയ്യാന്നുള്ള രീതിയിൽ അങ്ങനെ 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 ഇപ്പൊ ഈ കാറ്റത്തിക്കിളി കൂടെ എടുത്ത് നോക്കുമ്പോഴത്തേനും ലൈക്ക് യൂത്ത് ഏറ്റവും കൂടുതൽ ഏറ്റെടുത്ത ഒരു സീരിയലായിരുന്നു സ്വാന്തനം. ഞാൻ അടക്കം കണ്ട ഒരു സീരിയൽ സ്വാന്തനം എന്ന് പറയുന്നത് ഒരു വേറെ അന്ന് ആ കാലഘട്ടത്തെ ഒരു സീരിയൽ പാറ്റേണിൽ നിന്ന് കുറച്ച് യൂത്തിനെയൊക്കെ അട്രാക്ട് ചെയ്യാൻ പറ്റിയ ഒരുപാട് നല്ല അടിപൊളി ആക്ടേഴ്സിനെയും എന്താ പറയാ നമുക്ക് എല്ലാവർക്കും കാണാം. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫാൻസ് ഉണ്ട്, കോളേജ് പിള്ളേരായിക്കോട്ടെ. അതുപോലെ തന്നെയാണ് ഇപ്പൊ കാറ്റത്തെ കിളിക്കൂട്. കാരണം നല്ല ചുള്ളന്മാരായ 4 പേര് ഒന്നിനൊന്ന് ചുള്ളന്മാരായ, അപ്പൊ കുറച്ചും കൂടെ നമുക്ക് വ്യൂവർഷിപ്പ് കൂടും, അടിപൊളി ക്യാരക്ടേഴ്സ്, ഒരു സിനിമ കാണുന്ന പോലെയാണ്. സ്വാതന്ത്ര്യം പോലെ തന്നെയാണ് എല്ലാരും പറയുന്നത്. അതാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം പിന്നെ ഒരു യൂത്ത് ഫീൽ കിട്ടുന്ന ഒരു സീരിയൽ എന്ന് പറഞ്ഞാൽ കാറ്റത്തെ കിളിക്കൂടാണ്. അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെ ക്യാരക്ടേഴ്സ് അത് ഭയങ്കര അടിപൊളിയാണ്. എന്താ പറയാ, എടുത്തെടുത്ത് ഇപ്പൊ നിങ്ങളുടെ ഇപ്പൊ കുറച്ച് ദിവസം ആയുള്ളൂ, അതിനുള്ളിൽ നിങ്ങളുടെ പേരുകളെല്ലാം ഫാൻ പേജ്, സുധീഷിന്റെ ഫാൻ പേജ് ഒക്കെ. അപ്പൊ എങ്ങനെയാണ് സീരിയലിലേക്കുള്ള ഒരു എൻട്രി? ഇത് പ്ലാൻഡ് ആയിരുന്നോ, അല്ലെങ്കിൽ സീരിയൽ ആക്ട് ചെയ്യണമെന്നൊക്കെ അങ്ങനെ വിചാരിച്ചിരുന്നോ? ഇല്ല, സീരിയലിലേക്ക് കാറ്റത്തെ കിളിക്കൂടിന്റെ കാര്യമല്ലല്ലോ, പൊതുവെയുള്ള കാര്യമല്ലോ. സീരിയലിലേക്ക് തീരെ പ്ലാൻഡ് ആയില്ല, അൺപ്ലാൻഡ് ആയിട്ട് ഞാൻ ഇവിടെ വന്ന് പെട്ടതാണ് സീരിയലിനകത്ത്. അത് ഞാൻ ചെന്നൈയിൽ ആങ്കറിങ്ങും, ഞാൻ സൂര്യയിൽ സ്റ്റാഫായിട്ട് അവിടെ ആങ്കറിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് യാദൃശികമായിട്ട് എനിക്കൊരു ഓഫർ വരികയും അത് നിരസിക്കാൻ കഴിയാത്തൊരു സാഹചര്യമായി നിൽക്കുകയും ചെയ്തു. അങ്ങനെ വന്നതാണ് ഞാൻ. പക്ഷെ എനിക്ക് ഒരിക്കലും റിഗ്രറ്റ് ഇല്ല. ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് അടുത്തത് എന്തെങ്കിലും, ഇപ്പോ ഞാൻ വേറെ കോഴ്സും വേറെ കാര്യങ്ങളൊക്കെ പഠിച്ച ഒരാളാണ്. അപ്പൊ മീഡിയയിലേക്ക് വന്ന് ഓരോരോ എന്നെ വെച്ച് നോക്കുമ്പോൾ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു റിസ്ക് ഫാക്ടറിൽ ഒരു റിസ്കി സ്റ്റെപ്പ് എടുത്ത് വെക്കലായിരുന്നു ഈ സീരിയലിനകത്തോട്ടുള്ളത്. പക്ഷെ ദൈവം സഹായിച്ച് ഹാപ്പി ആയിട്ട് ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ഓഡിഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് അങ്ങ് എൻട്രി ആയിരുന്നു? ഇല്ല, എനിക്ക് അവിടെ ചെന്നിട്ട് ഒരു മോക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. മോക്ക് ഷൂട്ട് ചാനലിലേക്ക് അയച്ചു. നെക്സ്റ്റ് ഡേ തന്നെ ഷൂട്ട് തുടങ്ങി. ഓ, ആക്ച്വലി ഞങ്ങളുടെ രണ്ടുപേരുടെയും കരിയർ, അതായത് ഇപ്പം അമീൻ ഇപ്പം ബിടെക് ആണ്, MBA ആണ്. സോ അത് കഴിഞ്ഞ് നല്ലൊരു അക്കാഡമിക്സ് ഫോളോ ചെയ്തിട്ട് ഈവൻ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാള് ഈ ഒരു ഫീൽഡിനോടുള്ള ഒരു പാഷന്റെ പേരിലാണ് ആങ്കറിംഗിലേക്ക് വരുന്നത്, സൂര്യ TVയിൽ ആങ്കറായിട്ട് ജോയിൻ ചെയ്യുന്നത്. അപ്പം നല്ലൊരു പ്രൊഫഷൻ, നല്ലൊരു പ്രൊഫഷൻ മാറ്റി വെച്ചിട്ടാണ്, ഉപേക്ഷിച്ചിട്ടാണ് ഇതിലേക്ക് വരുന്നത്. വന്ന് ലൈക്ക് സൂര്യ TV തന്നെയാണല്ലേ, സൂര്യ കോമഡി എന്ന് പറയുന്ന ചാനലാണ് എന്നെ ആക്ച്വലി എന്റെ എപ്പോഴും ആ ചാനലിനോട് കടപ്പെട്ടിരിക്കും. ആ ചാനൽ ലോഞ്ച് ചെയ്യുന്നത് തന്നെ എന്നെ വെച്ചുകൊണ്ടാണ്. ഒരു ഏപ്രിൽ മാസത്തിൽ അത് രാത്രി 12 മണിക്ക് എൻ്റെ ഒരു എന്താ പറയാ, ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ 2018 സോറി 17 ഏപ്രിൽ 27 I guess. എന്നിട്ട് ചാനൽ തന്നെയാണ് ഹീറോ ആയിട്ട് ആ സീരിയലിലേക്ക് റെഫർ ചെയ്തിട്ട് അമീൻ വരുന്നത്. ഞാൻ ഓൺ ദി അതർ ഹാൻഡ് ഞാൻ വന്നു വിട്ട ആളാണ്. ഞാൻ ജസ്റ്റ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് വെറുതെ പാർട്ട് ടൈമിനായിട്ട് വന്നിട്ട് ഇതിലേക്ക് ജസ്റ്റ് വന്നത്. ഒരു പക്ഷെ എനിക്ക് വേറെ ഓപ്പർച്യൂണിറ്റീസ് വന്നിരുന്നെങ്കിൽ ഞാൻ വേറൊരു കരിയർ ഷിഫ്റ്റ് ചെയ്ത് വേറെ പോകാനൊക്കെ നോക്കിയിട്ടുള്ളതാണ്. ടീച്ചിങ്, ട്രെയിനിങ് അങ്ങനെയൊക്കെ മാറിപ്പോന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓട്ടോമാറ്റിക്കലി ഇതിലേക്ക് വന്നതാണ്. പക്ഷെ അമീൻ ഓൺ ദി അതർ ഹാൻഡ് ആ പാഷൻ ഉള്ളത് കൊണ്ട് ഇതിലേക്ക് വന്നു. ഇടയ്ക്ക് ഇതേപോലെ CV ഒക്കെ ഉണ്ടാക്കും കേട്ടോ. ഇടയ്ക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് CV ഒക്കെ ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്യും. കുറെ പേർക്ക് ലിങ്ക്ഡിനിലും അവിടെ ഇവിടെ ഒക്കെ അയക്കും. പിന്നെ മൈൻഡ് വീണ്ടും ഇതിനകത്തോട്ട് തന്നെ ലൂപ്പിൽ പെട്ട പോലെയാണ്. എനിക്കിപ്പോ പറ്റുമോ ആങ്കറിംഗ് ഇല്ലാതെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം വിത്തൗട്ട് വർക്ക് ഇരിക്കാൻ പറ്റൂല. ഞാൻ ആങ്കർ ആയിരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ. ഞാൻ ഈവൻ ഹോസ്റ്റിംഗ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഈ മൈക്കില്ലാണ്ട് കുറച്ച് ആൾക്കാരുടെ മുന്നിൽ ഒന്ന് ഒച്ചെടുത്തില്ലെങ്കിൽ ഒരു സുഖമില്ലാത്ത പോലെയാണ്. പിന്നെ നിങ്ങളുടെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കിരൺ TV, സൂര്യ കോമഡി, അന്നൊക്കെ TV ഭയങ്കര അഡിക്ഷൻ ആയ ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെയൊക്കെ ഫേസ് ഭയങ്കര രജിസ്റ്ററാണ്. കുറെ ആങ്കേഴ്സ് ഉണ്ടല്ലോ, അതിൽ പെട്ട ഒരു ഫേസ് ആണ് അമീൻ ചേട്ടൻ. ഇപ്പൊ സീരിയലിലും ഫേസ് ഭയങ്കര രജിസ്റ്റർ ആണ്. കാരണം ഫൺ ആയിരുന്നു അല്ലെ ടോപ്പിക്. പിന്നെ ആങ്കറിങ്ങിന്റെ ഒരു രീതി ഭയങ്കര രസമാണ്, ആൾക്കാരെ കയ്യിലെടുക്കുന്നതായാലും. പിന്നെ ബിഹാൻഡ് വുഡ്സിൽ അല്ലെ, ബിഹാൻഡ് വുഡ്സിൽ ഉണ്ടായിരുന്നു, പേളി ചേച്ചിയുടെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഫേസ് രജിസ്റ്റർ ആണ്. പിന്നെ സീരിയലിലേക്ക് വന്നപ്പോ കുറച്ചും കൂടെ
വീട്ടമ്മമാർക്കും കൂടെ അതെ. ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറായി മാറി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇതിലേക്ക് പോകുമ്പോഴത്തേനും ഡയാന ചേച്ചി ഓൾറെഡി സീരിയലും കാര്യങ്ങളും മൂവീസും എല്ലാം ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഓൾറെഡി വേണ്ട, സൂര്യയിലൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് പറഞ്ഞു തരാറുണ്ട്. എനിക്ക് ചില സീൻസ് കാണുമ്പോ മിനിഞ്ഞാന്ന് മിനിഞ്ഞാന്ന് കാണുമ്പോ ഞാൻ ചോദിച്ചു ഒന്ന് അതെ ഒന്ന് ശരിയാക്കണം. അത് നമ്മൾ അഭിപ്രായം പറയുമല്ലോ, അതെ, സജഷൻസ് പറയുമല്ലോ. അത് കാണും. പിന്നെ എല്ലാ എപ്പിസോഡ്സ് കാണാറുണ്ട്. പിന്നെ എന്താ പറയാ, ആസ് എ ഒരു പ്രേക്ഷക എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഞാൻ പറയും, അത്രേ ഉള്ളൂ. അല്ല, പിന്നെ പേരും കൂടെ ഉണ്ടല്ലോ അല്ലേ, എല്ലാ എപ്പിസോഡും ഞാനെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്, വീക്ഷിക്കുന്നുണ്ട്. ആ കുട്ടീനെ വളയ്ക്കാൻ വേണ്ടി എന്തൊക്കെ പെടാപ്പാട് എന്തൊക്കെ ഉണ്ടെന്ന് പറയുന്നു. സ്വന്തം ചേട്ടനെ തല്ലുന്ന പ്രമോ ഒക്കെ ഇന്ന് ഇറങ്ങിയല്ലോ. താഴത്തുള്ള കമന്റ് കണ്ടില്ല, കമന്റ് വായിക്കാൻ നിന്നില്ല, ഒത്തിരി കമന്റ് അത് വായിച്ചത്. നല്ല രസമുള്ള ഒരുപാട് മൊമെന്റ്സ് ഇനി സീരിയലിനകത്ത്, ആ സീരിയലിനകത്ത് കാറ്റത്ത് കിളിക്കൂടിനകത്ത് വരാനുണ്ട്. ആക്ച്വലി എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം, സാധാരണ ഒരു ഫീമെയിൽ ഓറിയന്റഡ് സബ്ജക്ട് ആയിട്ടാണ് കൂടുതലും സീരിയലിനകത്ത് വരുന്നത്. ഇതിൽ 4 അച്ഛനടക്കം 5 ആണുങ്ങളുടെ കഥയാണ്. അപ്പൊ ഒരുപാട് ചേട്ടന്മാര് നമ്മുടെ സീരിയൽ കണ്ടിട്ട് നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഒരു ടച്ചിങ് ആയിരുന്നു. കാരണം ഇതിന് മുമ്പ് 3 സീരിയൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ആണുങ്ങൾ പുരുഷന്മാരുടെ ഭാഗത്തു നിന്ന് വരുന്ന റെസ്പോൺസ് വളരെ കുറവായിരുന്നു. ഇത് ഭയങ്കരമായിട്ട് ചേട്ടന്മാർക്ക് വരെ റിലേറ്റ് ചെയ്യുന്ന തരത്തിൽ അവരും ഫാമിലി ആയിട്ട് ഇരുന്ന് കാണുന്നുണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നത് ഭയങ്കര സന്തോഷം. എനിക്കൊന്ന് സീരിയൽ പാറ്റേൺ അതുകൊണ്ട് മാറ്റുന്നതുകൊണ്ട് ഒരുപാട് വ്യൂവേഴ്സ് കാണാത്തവരായാലും കണ്ടു തുടങ്ങുന്നു. പ്രത്യേകിച്ച് മെയിൽസ്, ഇതുപോലെ തന്നെ മെയിൽസ് കാണുന്നു, അഭിപ്രായങ്ങൾ പറയുന്നു. കാരണം ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് തോന്നി ഇവരുടെ ഓരോ സ്റ്റോറി. നിങ്ങൾ അഭിനയിക്കാന്നേ തോന്നുന്നില്ല കേട്ടോ, ചിലതൊക്കെ കാണുമ്പോഴത്തേനും നാച്ചുറൽ. അല്ല, ഇവര് 4 പേരും തമ്മിൽ ഭയങ്കര നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് കേട്ടോ. ഇവര് സെറ്റിൽ ഭയങ്കര ഓഫ് ടേക്കിന്റെ സമയത്തൊക്കെ ഭയങ്കര കൂട്ടും ചിരിയും കളിയും തമാശയും ഒക്കെയാണ്. ഒരു ബോയ്സ് ഹോസ്റ്റൽ പോലെ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട്. ലൊക്കേഷൻ ഇറ്റ്സെൽഫ് അവര് ഭയങ്കരമായിട്ട് പോയിട്ടുണ്ടോ സെറ്റിൽ? ഞാൻ ഇടയ്ക്ക് പോവാറുണ്ട്. കാരണം കുറേ ദിവസം ഞാനിങ്ങനെ മിസ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ചിലപ്പോ ഒരു 10-15 ഡേയ്സ് ഇങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞിട്ടായിരിക്കും ട്രിവാൻഡ്രം പോകുന്നത്. ട്രിവാൻഡ്രത്തുണ്ട്, വീട്ടിൽ തന്നെ ഉണ്ട്. പക്ഷെ ആളെ നേരിട്ട് കിട്ടത്തില്ല. അപ്പൊ അങ്ങനെയുള്ളപ്പോ ഞാൻ പതുക്കെ ലൊക്കേഷനിൽ പോയിട്ട് അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടൊക്കെ വരാം. പറയണ ആർക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ നായികയൊക്കെ ഉള്ളതല്ലേ, ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നാണെങ്കിലും അങ്ങനെ തോന്നിയോ? ഇപ്പൊ എങ്ങനെയാ ഫീമെയിൽ മെസ്സേജസ് ഒക്കെ വരാറുണ്ട് ഇൻസ്റ്റാഗ്രാമില്? ചേട്ടാ, ഞാൻ ചേട്ടന് ഭയങ്കര ഫാൻ ആട്ടോ, സുധീഷ് എന്ന് പറഞ്ഞ ഉണ്ടാവാറുണ്ട്. അതൊക്കെ ഞാൻ നോക്കിയിട്ടില്ല. ഇത് ആദ്യത്തെ ഇന്റർവ്യൂ അല്ലേ? അവസാനത്തെ നിങ്ങളുടെ 2 കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പൊസസീവ്നെസ് ഉള്ള ആർക്കാ? പൊസസീവ്നെസ് 2 പേർക്കും. കല്യാണം കഴിക്കുമ്പോ എനിക്ക് ആ ഒരു പേടി ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഇതൊന്നും ബോധർ ചെയ്യാത്ത, ഞാൻ അങ്ങനെ ഒരു പൊസസീവ് ആയിട്ടുള്ള ഒരാളല്ല. അപ്പൊ ഞാൻ വരാൻ പോകുന്ന ആള് ഇവള് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കാര്യം, ഓവർ പൊസസീവ് ആയി നമുക്ക് സമാധാനം പോകുന്നത് ഉള്ള കാര്യമാണത്. പക്ഷെ ഭാഗ്യത്തിന് ഇവൾക്കും അതൊരു വിഷയമല്ല, എനിക്കും ഒട്ടും വിഷയമല്ല. എനിക്ക് പൊതുവെ എല്ലാവരോടും വളരെ ഫ്രീ ആയിട്ട് വളരെ വാം ആയിട്ട് ഇടപെടാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഭയങ്കരമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അമീൻ അതുപോലെയാണ്. അമീൻ ഇപ്പൊ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഹഗ് കൊടുക്കാണ്ട് എന്തായാലും മീറ്റ് ചെയ്യൂല. അത്രയ്ക്കും വാമായിട്ടുള്ള റിലേഷൻസ് എടുക്കുന്ന ആളാണ്. എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് അങ്ങനെ പൊസസീവ്നെസ് അങ്ങനെ ഒന്നും കുഴപ്പമില്ല. എന്നാലും കുറച്ച് ലേശം എന്റെ വിളിച്ചിട്ട് എടുക്കാത്തത് അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെയൊക്കെ അങ്ങനെയില്ല. ഭയങ്കര അല്ല നിങ്ങള് അങ്ങനത്തെ ഒരു സംഭവം അങ്ങനെ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള വിളിച്ചിട്ട് എടുക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ എന്തായാലും എടുക്കും എന്ന് എനിക്കും അറിയാം, അവൾക്കും അറിയാം. ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതായത് ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു ദിവസം ഷൂട്ട് നടക്കുന്ന ഒരു ദിവസം ഇപ്പൊ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബ്രേക്ക് കിട്ടി കഴിഞ്ഞാല് ഞാൻ അവനെ വിളിക്കും, അങ്ങോട്ട് വിളിക്കും. സോ ആ സമയത്ത് അമീൻ ഇപ്പൊ ഫോൺ എടുത്തില്ല എന്നുണ്ടെങ്കിൽ എനിക്കറിയാം അവിടെ വർക്കോ എന്തെങ്കിലും ആയിരിക്കും. പുള്ളി എപ്പോഴാണോ ഫ്രീ ആകുന്നത് എന്നെ വിളിക്കും, തിരികെ വിളിക്കും. നമ്മളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് മനസ്സിലായി ഭയങ്കര മെച്ചുവർഡ് ആയിട്ടുള്ള ഒരു ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും കുറച്ച് ഞങ്ങള് ഒരു ഏർലി 30s ഞങ്ങൾ കല്യാണം കഴിക്കുന്നത്. അതിന്റേതായ ഒരു മെച്യൂരിറ്റി ഞങ്ങൾക്ക് ലൈഫില് ഉണ്ടായിട്ടുണ്ട്. അത് പോസിറ്റീവായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ എല്ലാവരും പറഞ്ഞു 20-30 പെണ്ണ് കിട്ടില്ല തീർന്നു എന്നൊക്കെ പറഞ്ഞത് ഒരു കണക്കിന് അത് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചും കൂടെ ഒരു നമ്മുടെ മെന്റൽ പ്രോസസിംഗ് കുറച്ചും കൂടെ കാര്യം മെച്ചുവേർഡ് ആയിരിക്കും. കുറച്ചും റൊമാൻസ് അമീൻ ചേട്ടനാണോ? ആണോ? കുറച്ചുകൂടെ പറഞ്ഞില്ലേ, കുറച്ച് എക്സ്പ്രസീവ് അമീൻ ചേട്ടനാണ്. എക്സ്പ്രസീവ് എന്ന് പറഞ്ഞാൽ റൊമാൻസ് മാത്രമല്ല, ദേഷ്യമാണെങ്കിലും എല്ലാം എക്സ്പ്രസീവ് ആണ്. എല്ലാം എക്സ്പ്രസീവ്
കയ്യോടെയാണ് എല്ലാം ചൂടപ്പം പോലെ ഞാനെല്ലാം കൊടുക്കും. മിതമാണ്, മിതത്തിൽ പോകുന്ന ആളാണ്. ഇതെല്ലാം എന്താ പറയാ, പെട്ടെന്ന് വരും. പെട്ടെന്ന് ദേഷ്യം വരുന്ന ക്ഷിപ്ര പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന എന്തിനായിരിക്കും? പറ പോരട്ടെ. എടുത്ത സാധനം എടുത്തെടുത്ത് വെക്കാത്തതിന് ആണോ? എന്താണ് സി അത് ഞാൻ വെക്കത്തില്ല എന്നല്ല, ഞാൻ വെക്കാറുണ്ട്. പിന്നെ ഒരു കുറച്ച് സമയം ഒന്ന് അതിന് എടുത്തു കഴിഞ്ഞാല് മറന്നു അല്ല കുറച്ചൊന്ന് കാലതാമസം വന്നു കഴിഞ്ഞാല് അതിന്റെ അടുത്ത് ഒരു ചൂടാകും. ദിവസം പോട്ടെ, 2 ദിവസം, ഒരാഴ്ച എടുത്ത സാധനം എടുത്തെടുത്ത് വെച്ചില്ലെങ്കിലോ? കണ്ടോ കണ്ടോ. ഓക്കെ ഓക്കെ, വേറെ എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടെൻഷനായി പോയി. പിന്നെ ആക്ച്വലി ലേറ്റ് ആയിട്ടൊക്കെ ലൈക്ക് ഓൺ ടൈമിൽ ഇറങ്ങാന്നൊക്കെ ഉള്ള കാര്യത്തിൽ ഭയങ്കര നിർബന്ധമാണ്. ഭയങ്കര പ്രോംപ്റ്റ് ആണ്, പങ്ക്ച്വൽ ആണ്. ഞാൻ കുറച്ച് പക്ഷെ ഞാൻ വർക്കിനൊക്കെ കറക്റ്റ് എത്തും. കോൾ ടൈമിലൊക്കെ ഞാൻ കറക്റ്റ് എത്തും. വർക്ക് റിലേറ്റഡ് ആയിട്ട് പക്കാണ്, പക്ഷെ റിയൽ ലൈഫിലും അത് പാലിക്കൂല. അതാണ് നമ്മളെ പ്രശ്നം. പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും വേറെ പിടിച്ചേക്കാണ്. അപ്പൊ ചീത്ത കേൾക്കും അല്ലെ? അപ്പൊ ഇതിനൊക്കെ അപ്പൊ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച എങ്ങനെ കൂളാക്കാൻ പറ്റും അമീൻ ചേട്ടന്? അതൊന്നും ഞാൻ മിണ്ടായിരിക്കും, ഞാൻ ഒന്നും മിണ്ടില്ല, വെറുതെ ഇരിക്കും. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് കൂളാകുമ്പോഴത്തേക്കും ഇങ്ങോട്ട് വന്ന് റിക്കൺസൈൽ ചെയ്തോളൂ. അപ്പൊ തന്നെ മനസ്സിൽ കൂടുന്നുണ്ട്. നമ്മൾ മനസ്സിൽ തെറി വിളിക്കുമായിരിക്കും. ഞാൻ മനസ്സിൽ തെറി വിളിക്കും. ഞാൻ വിചാരിക്കും ഇനി മിണ്ടേ ചെയ്യാൻ പാടില്ല, ഇനി കൊറേ നേരം വെയിറ്റ് ഇട്ടിരിക്കണം, മിണ്ടരുത്, പഠിക്കട്ടെ. ഞാൻ മിണ്ടാതൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വിഷമാവും, ഹേർട്ടാവും. ഞാൻ അങ്ങനെയൊക്കെ വിചാരിക്കും. പിന്നെ എന്റെ ദേഷ്യവും കുറച്ച് കഴിഞ്ഞാൽ പോവും. ഞാനും ആക്ച്വലി പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണെങ്കിലും എന്റെ ദേഷ്യം പെട്ടെന്ന് പോവും. ഞാൻ പെട്ടെന്ന് കൂളാവുന്ന വ്യക്തിയാണ്. ഞങ്ങൾ രണ്ടുപേരും ലിബ്രാസ് ആണ് കേട്ടോ. ഞങ്ങള് സെയിം സൺഷൈൻ ആണ്. അപ്പൊ ഞങ്ങള് കൊറേ സ്വഭാവത്തിലൊക്കെ സിമിലാരിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഓ എന്റെ സ്വഭാവം ഇങ്ങനെയാണല്ലോ, അപ്പൊ അങ്ങ് സഹിക്കാം. കുറച്ച് അടുക്കും ചിട്ടയൊക്കെ കൂടുതലുള്ള അമീൻ ചേട്ടനാ അല്ലേ? കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതൽ എനിക്കാണ്. ക്ലീനിങ് ഒക്കെ ഇപ്പൊ എല്ലാവർക്കും OCD ഒക്കെ പോലെ നിങ്ങളുടെ ഇടയിൽ അതോ അങ്ങനെ എനിക്കാണുള്ളത്. എടുത്ത് വെക്കുക അതൊക്കെ. ഓഹോ, അപ്പൊ എന്തോരം ചീത്ത കേൾക്കണ്ടാണ്. പാവം ചീത്ത പറയുന്നില്ല എന്നുള്ളൂ അല്ലേ? ഞാൻ ചെയ്യാത്ത ആളല്ല, പക്ഷെ എനിക്ക് ചിലപ്പോ ഞാൻ ടയേർഡായിരിക്കും. ഞാൻ പുറത്തു പോയിട്ട് വന്നിട്ട് ഞാൻ ചിലപ്പം കുറച്ചു നേരം വെറുതെ ഒക്കെ ഇരിക്കും. ആ സമയത്ത് വന്നിട്ട് എന്നോട് ചൂടാവും, ഇങ്ങനെ ഇരുന്ന് നിനക്കിത് ശരിയാക്കി വെച്ചുവിടുന്നത്. പക്ഷെ ആള് ചെയ്യില്ല എന്നല്ല, പുള്ളി ചെയ്യും. പകുതിയോളം ജോലി പുള്ളി ചെയ്യാറുണ്ട്. കുക്കിംഗ് ഒക്കെ ആരാമ ചെയ്യുന്നത്? അടിപൊളിയായിട്ട് അത് ഇപ്പൊ സമ്മതിച്ചു തരൂല, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് നല്ല ബിരിയാണി ഒക്കെ കുക്ക് ചെയ്യുമായിരിക്കും. ബിരിയാണി ഒന്നും അങ്ങനെ വെച്ച് നോക്കിയിട്ടില്ല. അതായത് ഞാൻ ആക്ച്വലി ഞാൻ എന്റെ വീട്ടിൽ അങ്ങനെ കുക്ക് ചെയ്തിട്ടില്ല. കാരണം ഉമ്മ അങ്ങനെ അടുക്കളയിൽ കയറ്റാറില്ല. കാരണം ഉമ്മയുടെ സ്ഥലമാണ് അടുക്കള. അവിടെ വേറൊരാൾ വരുന്നത് വലിയ താല്പര്യമുള്ള കാര്യമല്ല. അപ്പൊ എനിക്ക് എന്തെങ്കിലും കുക്ക് ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ ഉമ്മ ഉറങ്ങുന്ന സമയത്തോ അടുക്കള ഇല്ലാത്ത സമയത്തൊക്കെ പോയി ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ എനിക്ക് കുക്ക് ചെയ്ത് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുമ്പോഴും ഒക്കെ നമുക്ക് അങ്ങനെ അല്ലല്ലോ. സോ ഇപ്പം കല്യാണം കഴിഞ്ഞപ്പോഴാണ് ശരിക്കും എനിക്ക് അതിനൊക്കെയുള്ള ഒരു അവസരം കിട്ടിയത്. പിന്നെ എന്തായാലും കുക്ക് ചെയ്ത് കഴിച്ചിട്ടേ പറ്റുള്ളൂ. കഴിക്കാൻ വേണം, ഒരാൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയും വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഞാൻ പഠിച്ചു. അമീൻ എന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യും. വാഷ് ചെയ്ത് തരാം, ക്ലീൻ ചെയ്ത് തരാം, പിന്നെ അതുപോലെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് തരാം, അതൊക്കെ ചെയ്ത് തരാറുണ്ട്. ഈ അടുക്കളയിൽ കയറ്റാൻ ബുദ്ധിമുട്ട് വേറൊന്നും കൊണ്ടല്ല, പിന്നെ എനിക്ക് ഇരട്ടിപ്പണിയാകും. അപ്പൊ അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കാൻ നിൽക്കണം, ഞാൻ സമയം എടുത്ത് പഠിപ്പിച്ച് റെഡിയാക്കി എടുക്കേണ്ടി വരും. അപ്പൊ അതിനൊരു സാവകാശം ഇതുവരെ കിട്ടിയിട്ടില്ല. പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാല്. എല്ലാം പഠിപ്പിച്ചു തരുന്നുണ്ട്. അതും കൂടെ ഏറ്റെടുക്കാനുള്ളൂ. ബാക്കി എല്ലാ സെക്ഷനും ഞാൻ കംപ്ലീറ്റ് ചെയ്തു. കിച്ചണും കൂടെ തന്ന സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ കൊച്ചിന്, അതിന് വേണ്ടിട്ടാണ്. ഞാൻ സപ്പോർട്ട് ചെയ്യണല്ല കേട്ടോ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യിക്കുന്നുള്ളൂ. ഇതൊക്കെ വെറുതെ നാക്കിന് നീളമുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ അല്ലല്ലോ വിചാരിച്ചു, ഒന്നും മിണ്ടില്ലാന്ന് വിചാരിച്ചല്ലേ. എനിക്കൊരു അവസരം കിട്ടാൻ ഞാൻ കാത്തിരിക്കായിരുന്നു. അതെ, പ്രത്യേകിച്ച് ഒരു ആങ്കറും കൂടെ ഒക്കെ ആവുമ്പോഴല്ലേ നമ്മൾ ആ പ്രൊഫഷനിലേക്ക് അങ്ങ് വരുമ്പത്തേനും ഇപ്പോഴാണ് മനസ്സ് തുറക്കുന്നത് അല്ലേ. കഥയല്ലേ ജീവിതം.